സഖാക്കളെ, ഈ രാഹുൽ ഗാന്ധി ഇത്രയും വലിയൊരു നാറിയാന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവനെക്കാട്ടിയും വലിയ നാറിയാണ് വി ഡി സതീശൻ. അതിൻ്റെ കാരണം വെച്ചാൽ ഞാനൊരു വീഡിയോ ഇപ്പോൾ ഞാൻ ക്ലിപ്പിംഗ് കൊടുക്കാം, ഒന്ന് കണ്ടാൽ മതി. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയോ ബി ജെ പി നേതാക്കളെയോ ബി ജെ പി സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല. അപ്പോൾ അന്ന് നാഷണൽ ഹെറാൾഡ് കേസുമായിട്ട് ഒരു ചോദ്യം ചെയ്യലിന് രാഹുൽ ഗാന്ധിനെയും സോണിയാഗാന്ധിനെയും വിളിപ്പിച്ചു. അന്ന് പിണറായി വിജയൻ ചെയ്തൊരു പ്രസ്താവനയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇ ഡിനെ ഉപയോഗിച്ച് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് വരുത്താൻ ബി ജെ പി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നു പറഞ്ഞിട്ട് അന്ന് പിണറായി വിജയൻ ഒരു വീഡിയോ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ടായി. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന റെയ്ഡിൽ നമ്മുടെ വി ഡി സതീശൻ പറയുന്നൊരു ഡയലോഗുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, വി ഡി സതീശൻ പറഞ്ഞത് നമ്മളുടെ പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് കഴിഞ്ഞ് ഇ ഡി പോയപ്പോൾ പിണറായി വിജയൻ പുറത്ത് വന്നിട്ട് പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിക്ക് സമാധാനമായില്ലെന്ന്. അതെന്തുകൊണ്ട് പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഇ ഡി പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നില്ല? അതായത് പിണറായി വിജയനും ബി ജെ പിയുമായിട്ട് ടൈപ്പാണെന്നാണ് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത് കേട്ടിട്ടാണ് ഇപ്പോൾ വി ഡി സതീശൻ ഇറങ്ങി വന്നിട്ടുള്ളത്. നിങ്ങൾ പഴയ കാലത്ത് കുറച്ച് ക്ലിപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഇന്ത്യ മുന്നണി ഉണ്ടായപ്പോൾ പിണറായി വിജയൻ എത്രമാത്രം ഇന്ത്യ മുന്നണിനെയും രാഹുൽ ഗാന്ധിനെയും സപ്പോർട്ട് ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നന്ദിയില്ലാത്ത വർഗമാണ്, നന്ദിയില്ലാത്ത വർഗം. മനസ്സിലായില്ലേ? വേറും നന്ദിയില്ലാത്ത വർഗം. രാഹുൽ ഗാന്ധി ആയാലും വി ഡി സതീശനായാലും കോൺഗ്രസ് ആയാലും. സത്യം എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഭയങ്കര നാണക്കേട് തോന്നുക എന്തിന് ഇന്ത്യ മുന്നണി ചെന്ന് ചേർന്നു എന്നുള്ളത്. ബെറ്റർ അവിടുന്ന് പിൻവലിയായിരിക്കും ഏറ്റവും നല്ലത്.